നിങ്ങൾ കണ്ണുകളടച്ച് കരമടിച്ച് ശക്തിയോട് പാടി ആരാധിക്കണം. ഇതിന് 2 സ്റ്റാൻസ ഒന്ന് പാടിയിട്ട് ഇത് എഴുതാനുള്ള സാഹചര്യം ഞാനൊന്ന് പറയും. അതൊന്ന് നിർത്തും ഈ ഗായക സംഘം. അപ്പോൾ ഇതിൻ്റെ ശക്തി കൂടുതൽ കിട്ടത്തുള്ളൂ. നീതി സൂര്യൻ വരുമ്പോൾ തുടങ്ങിക്കോ. ഞാൻ 2 വന്ന് നിർത്തണം പാടിയിട്ട് കേട്ടോ. കരമടിച്ചാട്. സൂര്യൻ വരുമ്പോൾ പ്രഭയും കാന്തിയാൽ എന്നിൽ മാറിയിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ പ്രഭയും കാന്തിയാൽ നീരുൾ നീർ മാറിയിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും, കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനാൽ തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനാൽ തേജസ്സിൽ വെളിപ്പെടുമേ. സന്തോഷം. നമ്മൾ ശക്തിയോടെ ആരാധിക്കാൻ പോകുകയാണ്. ഈ പാട്ട് എഴുതിയ സാഹചര്യം ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ അവരുടെ പാട്ട് സ്റ്റാൻസ് പോലെ നമ്മുടെ പാലം ഇവിടെ നിൽക്കത്തില്ല, നമ്മൾ തുള്ളാൻ തുടങ്ങും. ഈ പാട്ട് എഴുതിയത് വെട്ടമല ഫിലിപ്പോസ് എന്ന് പറഞ്ഞ അഭിഷക്തനായ ഒരു ദൈവദാസനാണ്. ഇതെഴുതാൻ ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഇതുപോലെ സുവിശേഷത്തിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം സുവിശേഷ പ്രസംഗികനാണ്, പാട്ടെഴുത്തുകാരനാണ്. പക്ഷേ ഇതുപോലെ വലിയൊരു യോഗത്തിന് അദ്ദേഹം മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ അദ്ദേഹത്തെക്കാളൊക്കെ വളരെ പേരും പെരുമയും പ്രശസ്തിയുള്ള ഒരാളെ പ്രസംഗിക്കാൻ വന്നേക്കുന്നു. അദ്ദേഹം പ്രസംഗിക്കാനുള്ള വിഷയം കൂശിന് തൻ്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും വെളുപ്പിക്കാൻ കഴിയുമോ എന്ന വിഷയമാണ്. പാവത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയത്. എന്നിട്ട് അദ്ദേഹം വിളിച്ചു ചോദിച്ചു, നിങ്ങൾ കൂശിനെ കണ്ടിട്ടുണ്ടോ? ജനമെല്ലാം പറഞ്ഞില്ല, എത്യോപ്യനാണ്, കണ്ടിട്ടില്ല. അപ്പോഴാണ് ഈ പാവപ്പെട്ട ദൈവദാസൻ മുമ്പിലിരിക്കുന്ന കണ്ടത്. ഈ പല പ്രസംഗികർക്കും സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ മുമ്പിൽ ഇരിക്കുന്ന ആരാന്നറിയില്ല. ഞാൻ എല്ലാ പാസ്റ്റർമാരോടും പറയും, നമ്മുടെ മുമ്പിൽ വരുന്നവർ നമ്മളെക്കാൾ ജ്ഞാനികളാണ്, വിദ്യാഭ്യാസമുള്ളവരാ, വിവരമുള്ളവരാ, ലോകജ്ഞാനമുള്ളവരാ. പക്ഷെ നീ കൈ ഉയർത്താൻ പറയുമ്പോൾ കൈ ഉയർത്തും, നീ കൈയടിക്കാൻ പറയുമ്പോൾ അവർ കൈയടിക്കും, നീ കൈ ആട്ടാൻ പറയുമ്പോൾ ആട്ടുന്ന നിന്നെ ബഹുമാനിച്ചല്ല, നിന്റെ മേലുള്ള അഭിഷേകത്തെ ബഹുമാനിച്ച. അപ്പം ഈ പാവപ്പെട്ടവനെ മനസ്സിലാകാഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, കൂശിനെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞില്ല. ഈ മനുഷ്യൻ ഇച്ചിരി കറുത്ത ആളാ, അദ്ദേഹത്തെ ചൂണ്ടിപ്പറഞ്ഞ ഇവനെ പോലെ കറുത്തിരിക്കുന്നു. ആൾക്കൂട്ടത്തിന് മധ്യ അപമാനിക്കപ്പെട്ട ഈ അഭിഷക്തൻ ആ രാത്രി വീട്ടിൽ പോയപ്പോൾ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കട്ടിലിൽ തിരിഞ്ഞും പിരിഞ്ഞും കിടക്കുമ്പോൾ തമ്പുരാന് മനസ്സിലായത് തൻ്റെ കുഞ്ഞുറങ്ങിയില്ലെന്ന്. യേശു അപ്പച്ചൻ നേരെ അങ്ങ് ചെന്നു കട്ടിലിൻ്റെ അരികിൽ. കേട്ടോ, രാത്രി എന്നെ കേൾക്കുന്ന സുഹൃത്തെ, ഞാൻ സേവിക്കുന്ന ദൈവം, ഞങ്ങൾ പ്രസംഗി ദൈവം, നീ കരഞ്ഞാൽ ഇറക്കി വരുന്ന ദൈവമാണ്. എത്രയോ അവസരങ്ങൾ ഭർത്താവ് കാണാതെ, ഭാര്യ കാണാതെ, കുഞ്ഞുങ്ങൾ കാണാതെ നീ കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞപ്പോഴൊക്കെ എൻ്റെ ദൈവം എൻ്റെ അരികിൽ ഇറങ്ങി വന്നെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമുള്ള കൈയാടിച്ച ദൈവത്തെ സൂചിച്ച് യേശുവിൻ്റെ സാന്നിധ്യം അതാ. കേട്ടോ, നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്നവനാ ഞാൻ. കർത്താവിൻ്റെ കരിയിലോട്ട് എന്നിരുന്നിട്ട് ചോദിച്ചു, മോനെ നീ ഉറങ്ങിയില്ലേ, നീ ഉറങ്ങിയില്ലേ, ഉറങ്ങിയില്ലേ? എനിക്ക് മനസ്സിലായി നിനക്ക് വിഷമമായിരുന്നു. തമ്പുരാൻ പറഞ്ഞു, മോനെ പാടിക്കോടാൻ പറഞ്ഞു. ആദ്യം കൊടുത്ത ഈ പാട്ട് ഇതാ സ്റ്റാൻസ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാൽ എന്നിൽ നിറം മാറും. രാജരാജ പ്രതിമയെ ധരിപ്പിച്ച് അവന്റെ കൂടെ ഇരുത്തുന്ന രാജാവ് വേഗം വരും. ഞങ്ങൾ മരണശേഷം ഈച്ചയും പൂച്ചയും എലിയും പുലിയും ആകുവാനല്ല ഇരിക്കുന്നത്. ഞങ്ങളുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ ഞങ്ങൾ അവനോട് സദൃശന്മാരാകും. വെറുതെ അല്ലേ മഞ്ഞു കൊള്ളുന്നേ, വെറുതെ അല്ലേ ആക്ഷേപം സഹിച്ചത്. ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ മണ്ണോടും മണ്ണമർന്നാലും ഇവിടെ വരുന്ന ശബ്ദത്തിങ്ങൾ ഞങ്ങൾ ഉയർക്കും, തേജസ്സിന്റെ വസ്ത്രം ധരിക്കും. പഠിക്കോ, കല്ലടിച്ച് ഉറങ്ങിക്കോ. നീതി സൂര്യൻ വരുമ്പോൾ കാന്തിയാൽ നിറം മാറിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ കാന്തിയാൽ നിറം മാറിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും, കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനാൽ തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനാൽ തേജസ്സിൽ വെളിപ്പെടുമേ.
താമസമെന്നിയെ വേഗത്തിൽ വരും താൻ താമസമെന്നിയെ വേഗത്തിൽ വരും താൻ ആന്തയമെന്നെയും ചേർത്തിടും നിശ്ചയം ആന്തയമെന്നെയും ചേർത്തിടും നിശ്ചയം എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുവേ എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുവേ യെരൂശലേമിൻ തെരുവിലൂടെ ക്രൂശുഭാരം ചുമന്ന് കാൽവരിയിൽ നടന്നു പോയത് യെരൂശലേമിൻ തെരുവിലൂടെ ക്രൂശുഭാരം ചുമന്ന് കാൽവരിയിൽ നടന്നു പോയവൻ ശോഭിത പട്ടണത്തിൽ മൂത്തുകളാന വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരുവാ വീടുകൾ വേഗത്തിൽ വരുവാ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യന തേജസ്സിൽ വെളിപ്പെടുവേ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യന ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോ യുഗത്തിലെ കഷ്ടം സാരമോ ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോ യുഗത്തിലെ കഷ്ടം സാരമോ പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവോ പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവോ സ്വർഗീയ സന്തോഷം യുഗത്തിലുണ്ടെന്നാണ് സ്വർഗീയ സന്തോഷം യുഗത്തിലുണ്ടെന്നാണ് എൻ പ്രിയ രക്ഷകൻ സന്താപമില്ലായുധം കാന്തനുമായി ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ എന്നിങ്ങു വന്നെ ചേർത്തിടും പ്രേമകാന്തൻ എന്നിങ്ങു വന്നെ ചേർത്തിടും പ്രേമകാന്തൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുവേ 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 ഉള്ളം തോടിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ ഉള്ളം തോടിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ ൗഡാമാന വൈശാമാന സഖിരമൗഡ കേലമനാന വൈശേവ ഇടമാനന്ദ കേലമനൗഷ ദേവമാന സൈനികമൗഡ കേലമനൗഡ സക്ഷകൻ നീലമാന സഖിരമൗഡ ലക്ഷ്മീന ശക്രമാന ദീദി സൂര്യസാരോ തത്പ്രഭയിൽ കാന്തിയ ഏറുന്നേറമാന വൈഭവമാന സൂര്യമാന വൈശാമാന രാജരാജ പ്രതിമയെ ധാരിപ്പിച്ചിട്ടെന്നെ താൻ രാജരാജ പ്രതിമയെ ധാരിപ്പിച്ചിട്ടെന്നെ താൻ കൂടവേ ഇരുത്തുന്ന രാജാവുടെ കൂടവേ ഇരുത്തുന്ന രാജാവുടെ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുവേ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുവേ താമസമെന്നിയെ വേഗത്തിൽ വരും താൻ താമസമെന്നിയെ വേഗത്തിൽ വരും താൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുവേ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുവേ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുവേ താമസമെന്നിയെ വേഗത്തിൽ വരും താൻ താമസമെന്നിയെ വേഗത്തിൽ വരും താൻ താന്തയാണെന്നെയും ചേർത്തിടും നിശ്ചയം താന്തയാണെന്നെയും ചേർത്തിടും നിശ്ചയം എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുവേ രക്ഷകൻ നീതിയിൽ
പോകുന്നു